ആലപ്പുഴയിൽ എന്ത് സംഭവിക്കുന്നു പരിശോധിക്കാം. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറുന്നത് ഇത്തവണ ആരായിരിക്കും? LDFന്റെ ഒരേ ഒരു കനൽ തരി, LDFന്റെ കേരളത്തിലെ ഒരേ ഒരു സിറ്റിംഗ് സീറ്റ്. പിന്നീട് കേരള കോൺഗ്രസ് വന്നപ്പോൾ രണ്ടായെങ്കിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 LDFന് കിട്ടിയ ഏക സീറ്റാണ് ആലപ്പുഴ. അഭിലാഷ് പറഞ്ഞപ്പോ ഇതിനു മുൻപ് പലതവണ മധുരം വിതറിയ KC വേണുഗോപാൽ വീണ്ടും അതിമധുരം വിതറാൻ വേണ്ടി വന്നതാണോ എന്ന് തോന്നിപ്പോകും. എന്തായാലും അവിടെ ഉള്ള മത്സരം എന്ന് പറയുന്നത് വളരെ കടുത്ത മത്സരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചത് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം കോൺഗ്രസ് നേതൃനിരയിലെ രണ്ടാമനാണ് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി രാഹുൽ ഗാന്ധിയുടെ വലം കൈ KC വേണുഗോപാൽ. സ്വന്തം മണ്ഡലം കൈവിടുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചത് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. KC പോയപ്പോഴാണ് ആലപ്പുഴ തോറ്റത് എന്ന ചിന്തയിലാണ് AICC KCയെ അദ്ദേഹത്തിന്റെ തന്നെ നിർബന്ധപ്രകാരം ആലപ്പുഴയിലേക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ ആലപ്പുഴ ജയിക്കുക എന്നുള്ളത് KC വേണുഗോപാലിന്റെ അത്യാവശ്യമാണ്. അതേസമയം തന്നെ കഴിഞ്ഞ തവണ നേടിയ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. ഈ ആലപ്പുഴയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആലപ്പുഴ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ കയറ്റിറക്കങ്ങളൊന്നും ഇല്ലാത്ത പ്രദേശമാണ്. ഒരു കയറ്റം കയറി പോയാൽ മതി എന്നൊന്നും പറയാൻ ആർക്കും പറ്റില്ല. എന്ന് വെച്ചാൽ സമതല പ്രദേശമാണ്. പക്ഷേ ഇവിടെ കയറിയവർ ഇറങ്ങുന്നുണ്ടോ, ഇറങ്ങിയവർ ആരെങ്കിലും കയറുന്നുണ്ടോ തുടങ്ങിയത് ഒക്കെ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് അറിയാനുണ്ട്. തീർച്ചയായും. എന്ന് മാത്രമല്ല BJPയുടെ ഫയർ ബ്രാൻഡ് നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ആലപ്പുഴ വന്ന് മത്സരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചതൊന്നും ചെറിയ കളിയല്ല. അവരത് ആറ്റിങ്ങലിൽ തെളിയിച്ചില്ല. ആറ്റിങ്ങലിൽ വളരെ കുറഞ്ഞ വോട്ടുണ്ടായിരുന്ന BJPക്ക് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രൻ. തീർച്ചയായിട്ടും. AM ആരിഫിന് ആലപ്പുഴ നിലനിർത്താൻ കഴിയുമോ, അതോ KC വേണുഗോപാൽ റാഞ്ചി കൊണ്ടുപോകുമോ ആലപ്പുഴയെ? നമുക്ക് അറിയാം ഇപ്പോൾ ആലപ്പുഴയുടെ മനസ്സിലിരിപ്പ് എന്ത്. ആലപ്പുഴയിൽ ആര് ജയിക്കും? വേണുഗോപാൽ. യെസ്, ആലപ്പുഴയിൽ KC വേണുഗോപാൽ 41%, തൊട്ട് പിന്നിൽ AM ആരിഫ് 38%, ശോഭാ സുരേന്ദ്രന് 19%. ഇതാണ് ആലപ്പുഴയുടെ ചിത്രം. അതായത് ആലപ്പുഴ ഈ സർവേ അനുസരിച്ച്, പി മാർക്ക് പറയുന്നത് അനുസരിച്ച് ആലപ്പുഴ ഇത്തവണ തിരിച്ചു പിടിക്കുന്നു കോൺഗ്രസ്. KC വേണുഗോപാലിനെ പോലെ ഒരാൾ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വെറും 3% ഉണ്ടായാൽ പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും KC വേണുഗോപാൽ തന്നെയാണ് മുന്നിൽ. KC വേണുഗോപാലാണ് മുൻപിൽ. അപ്പോഴും വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ 3% വ്യത്യാസമേ ഉള്ളൂ. KC വേണുഗോപാൽ കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാന് കിട്ടിയതിനേക്കാൾ 1% വോട്ട് അധികമായി പിടിച്ചേക്കാം എന്നാണ് ഈ സൂചന. അതുപോലെ തന്നെ BJP 17 എന്ന് പറയുന്നത് 19 ആക്കി. BJPയുടെ വോട്ട് ഷെയർ ഉയരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. ശോഭാ സുരേന്ദ്രനാണ് വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ KS രാധാകൃഷ്ണൻ 1,87,729 വോട്ടാണ് ആലപ്പുഴയിൽ നേടിയത്. അത് ശോഭാ സുരേന്ദ്രൻ 2 ലക്ഷം കടത്താൻ പോകുന്നു. ഒരുപക്ഷെ ഈ കണക്കനുസരിച്ചാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ 2.25 ലക്ഷം വോട്ടെങ്കിലും സമാഹരിക്കാൻ പോവുകയാണ്. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ 2.25 ലക്ഷം വോട്ട് ആലപ്പുഴയിൽ നേടുമ്പോൾ അത് ആരുടെ കിറ്റിയിൽ നിന്നാണ് കുറയുന്നത്? 41% വോട്ട് KC വേണുഗോപാലിനെ സംബന്ധിച്ച് സേഫ് ആണോ? 41% എന്ന് പറയുന്നത് അവിടെ എന്തായാലും ഒരു വോട്ടിനാണെങ്കിലും ജയിക്കുന്നത് ജയമാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJPക്ക് വോട്ട് വർധനയാണ് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയ LDFന് കിട്ടിയ വോട്ടുകളിൽ ആണ് ഇവിടെ കുറവും കാണുന്നത്. 41%, 38%, അഭിപ്രായ സർവേ ഫലം അനുസരിച്ച് കുറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ LDFന്റെ വോട്ട് ബേസിൽ BJP കടന്നു കയറുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിന് പല ഘടകങ്ങളുണ്ട്. സാമുദായിക ഘടകങ്ങൾ അടക്കം അതിൽ ഒരു പക്ഷേ ഫാക്ടർ ആവാം. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ UDFനേക്കാൾ കൂടുതൽ അത് ഒരു പക്ഷേ ബാധിക്കുക LDFനെ ആണെന്ന സൂചന ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട്. ആലപ്പുഴ നമുക്കറിയാം BDJS NDAയുടെ ഘടക കക്ഷിയാണ്. വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ആളുകൾക്ക് താല്പര്യമുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അതേസമയം തന്നെ മറ്റൊരു കാര്യമുണ്ട്. ശോഭാ സുരേന്ദ്രനെ ഇപ്പോഴത്തെ BJPയെ നയിക്കുന്ന കേരളത്തിലെ നേതൃത്വത്തിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അവര് ഇതിലെങ്ങനെയാണ്, ഏത് നിലയ്ക്കാണ് പ്രവർത്തിക്കുക? സംഘടനാ സംവിധാനം, സംഘടനാ മിഷനറി പൂർണ്ണമായും ശോഭയ്ക്കൊപ്പം ഉണ്ടാകുമോ, അതോ ശോഭ തനിയെ ഈ പോരാട്ടം നയിക്കേണ്ടി വരുമോ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 2%. അതിൽ പല ഘടകങ്ങൾ വർക്ക് ചെയ്തേക്കാം. അതൊരു പക്ഷേ CPM-നെ ബാധിച്ചേക്കാം. ആലപ്പുഴ ഇപ്പോഴത്തെ നിലയിൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആലപ്പുഴയിൽ KC വേണുഗോപാലിന് 3% വോട്ടുകളുടെ അഡ്വാൻറ്റേജ് ഉണ്ട്. വളരെ ശക്തമായ മത്സരം നടക്കുന്നു ആലപ്പുഴയിലെങ്കിലും അതിലൊരൽപ്പം, ഒരു പൊടിക്ക് മുന്നിൽ KC വേണുഗോപാൽ.